നമുക്ക് തീരെ സമയമില്ല. നമ്മൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് കരോളിൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കുറേ ആൾക്കാരെ പരിചയപ്പെടാനുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് കാണാം. റോട്ടർഡാം സിറ്റിയിലായിരുന്നു നമ്മുടെ പള്ളി. സോ അവിടെയുള്ള റിനോ ചേച്ചിൻ്റെയും സ്റ്റെഫൻ ചേച്ചിയുടെ വീട്ടിലാണ് നമ്മളിന്ന് പോകുന്നത്. നെതർലൻഡ്സിലെ ഒരു മോഡേൺ സിറ്റിയാണ് കേട്ടോ റോട്ടർഡാം. അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിൽ കയറിയപ്പോഴോ ക്രിസ്മസ് ഒക്കെ അല്ലേ, ലൈറ്റ്സും ട്രീസൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒട്ടും വെച്ച് താമസിപ്പിച്ചില്ല. കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കലാപരിപാടികൾ തുടങ്ങി. മുന്നോട്ടുള്ള കാര്യങ്ങളിലും ഞങ്ങളുടെ പ്രിപ്പറേഷനിലും റെക്കോർഡിങ്ങിലും എൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങളോടുണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നു. ഈ നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ കൊയർ മാസ്റ്റർ റിനു അച്ചച്ചൻ. ആദ്യത്തെ ഉന്മേഷത്തിന്റെ പേരിലാണോ എന്ന് അറിയില്ല, എണീറ്റിട്ടൊക്കെ ആയിരുന്നു പാട്ടുപടുത്തം. അതിനുശേഷം പാട്ടിന്റെ കിടപ്പനുസരിച്ച് ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ 2-3 മണിക്കൂറൊക്കെ കഷ്ടപ്പെട്ട് ഞങ്ങൾ പാട്ട് പഠിച്ച് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ തുടങ്ങാം അല്ലേ? നല്ല ശബ്ദം, നല്ല പേപ്പർ താഴെ പിടിക്കണം. സുബിനും ഗ്രിഗറി ആടരുത്. നിങ്ങൾ ആടിപ്പോയി കഴിഞ്ഞാൽ ഡിംപിളുടെയോ അല്ലെങ്കിൽ ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല, ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞങ്ങൾ റെക്കോർഡിംഗ് ഒക്കെ അവസാനിപ്പിച്ച് ഓരോരുത്തരും ഓരോ മൂലയ്ക്കായി. എന്നാ പിന്നെ പാടിയ പാട്ടൊന്ന് കേട്ടേച്ചും പോവാന്ന് ഞങ്ങളും കരുതി. അങ്ങനെ ഞങ്ങളെല്ലാവരും പാട്ട് ആസ്വദിക്കാൻ തുടങ്ങി. കൊയർ മാസ്റ്ററിന്റെ ഇരിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും പാട്ടിന്റെ മാധുര്യം. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, നമ്മൾ പരിപാടിയൊക്കെ വൈൻഡപ്പ് ചെയ്ത് ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ.